അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാമെന്ന് നിങ്ങളെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ടോ? ഏത് കിതാബിലാ ഉള്ളത്? പുണ്യനബി ഉപയോഗിച്ചിരുന്ന ടവൽ അനസ് റളിയല്ലാഹുവിന്റെ കൈവശത്തിലുണ്ട്. ആ ടവൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഫഅത്തത് ബിമിന്ദിയിൽ, ആ പെണ്ണ് ഒരു ടവലുമായിട്ട് വന്നു. പക്ഷേ വസിഖൻ വല്ലാതെ ചേറായി ചോന്തുകണ് ആ യാതി ഒരു ടവല്. ഫഖാല ഇസ്തജിരിയ തന്നൂർ, അടുപ്പൊന്ന് ചോറാക്കുക, നല്ല അടുപ്പൊന്ന് കത്തിക്കുക. ഔഖദത്തുഹു, ആ പെണ്ണ് ഭംഗിയായിട്ട് അടുപ്പ് കത്തിച്ചു. ഫഅമറ ബിൽ ബിന്ദിയിൽ, അങ്ങനെ ആ ടവല് കൊണ്ട് മഹാനവറുകൾ തങ്ങൾ കൽപ്പിച്ചു, അനസ് റളിയല്ലാഹു കൽപ്പിച്ചു. ഫതുരിയാഫി, അടുപ്പ് കണ്ടു. ഫഖറജ അബിയദ കാന്നഹു അല്ലബൻ, വളരെ തുല്യ വെള്ളയായിട്ട് പാല് പോലത്തെ നിറത്തിലാണ് പുറപ്പെട്ടു. ഒരു കേടുമില്ല. അപ്പം തങ്ങളെ ടവല് തീയിലിടാൻ പറഞ്ഞു, ഒരടക്കലുമില്ല, തീയിലിട്ടു. എന്തിനു വേണ്ടി? ചേറൊക്കെ ക്ലിയറാകാൻ. എന്നതുപോലെ ഇത് നബിൻ്റെ നാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ് തീയിലിട്ടാൽ കത്തുമില്ല നോക്കല്. അതിനൊരു അടക്കലുമില്ല. ആദരവോടെ പറയട്ടെ സൈനുദ്ദീൻ മുസ്ലിയാരെ, തരക്കേടില്ല എന്നതിന് കിതാബിന്റെ ഇബാറത്ത് വായിക്കണം. നിങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളൊരു കിതാബിന്റെ ഇബാറത്ത് വായിക്കണം, ഫിഖ്ഹിന്റെ കിതാബ്. തരക്കേടില്ല, നിങ്ങൾ പറഞ്ഞാൽ തെളിവല്ല. കിതാബുണ്ടോ? ഇനി നിങ്ങൾക്ക് കേൾക്കണം, മൂപ്പര തെളിവ് നിങ്ങൾ കേട്ടില്ലേ? എന്തേ? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുള്ള ഒരു ടവല് എന്ത് ചെയ്തു? അത് ക്ലിയറാക്കാൻ വേണ്ടി തീയിലിട്ടു. നമ്മൾ പൊന്നൊക്കെ ചിലപ്പോൾ ക്ലിയറാക്കാൻ വേണ്ടി തീയിലിട്ടിട്ട് തങ്കാക്കലില്ലേ, അതുപോലെ തീയിലിട്ടു. അതാ എന്തിന്റെ തെളിവ്? അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാന്നുള്ളതിന്റെ തെളിവ്. ടവല് ക്ലിയറാക്കാൻ വേണ്ടി തീയിലിട്ടു എന്നുള്ളത് തെളിവ്. ബലത്തോട്ട് തുപ്പാത്ത ആളുകളാണോ അതിന്റെ സനദിലുള്ളത്? ചോദ്യം. അബൂ നുഐം അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് ഏതായി എന്നവര്? അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് അബൂ മഅ്മർ അൻ അനസ് ഇബ്നു മാലിക്, അനസ് ഇബ്നു മാലിക്കിൽ നിന്നാണ് റിപ്പോർട്ട്. അബ്ബാദ് ബസരിയുൻ വാഹിൻ, ദുർബലനാണ്. ഖാലൽ ബുഖാരി, ഇമാം ബുഖാരി പറഞ്ഞിരിക്കുന്നു, മുങ്കറുൽ ഹദീസ്, ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ്. വവഹാഹു ഇബ്നു ഹിബ്ബാനും അയാൾ ദുർബലനാണെന്ന് പറഞ്ഞിരിക്കുന്നു. വഖാല അബൂ ഹാത്തിം അബ്ബാദുൽ ലഈഫുൻ ജിദ്ദൻ, അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു അങ്ങേയറ്റം ദുർബലനാണ്. وقال ابن عدي عمت ما يروي في فضائل علي وهو ضعيف. അലി ഇബ്നു അബീ താലിബിന്റെ ബഹുമാനത്തിലൊക്കെ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെയും അതാ വഹുവ ലഈഫുൻ, അയാൾ ദുർബലനാണ്. പോരാ, വാലിം ഫി തശയ്യുഇ, ശിയാക്കളെ കൂട്ടത്തിൽ കടുപ്പപ്പെട്ട ആളാണ്. അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് എന്ന് പറഞ്ഞ എന്നവര് വാലിം ഫി തശയ്യുഇ, ശിയാവാദത്തിൽ കടുപ്പപ്പെട്ട ശിയാവാദക്കാരനാണ്. ഈ ശിയാക്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞങ്ങളെ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കരിക്കാൻ നിങ്ങൾക്ക് തെളിവ്? നിങ്ങൾ വളപുരം തലാഖിന് ഫത്വ കൊടുത്ത നാശം ഇവിടെയുണ്ട്, അതുപോലെ ഒരുപാട് നാശം ഇവിടെയുണ്ട്. നിങ്ങൾ ആഖിറത്തിനെ ഭയപ്പെടണേ, അല്ലാഹനെ വിചാരിച്ച് പറയുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോടൊരു ഹദീസില്ലേ, തീങ്ങ് വന്നപ്പോ ഉമറുൽ ഖത്താബ് പറഞ്ഞു തമീമുദ്ദാരി തങ്ങളോട്, വരുന്നത് നമ്മൾ തീന്റെ അടുത്ത് അങ്ങോട്ട് പോവാ. എന്താ തീ നമ്മളെ കൊള്ളയാ? തീനെ കൊള്ള നമ്മൾ പോവാ. അങ്ങനെ ചെന്ന് തമീമുദ്ദാരി തങ്ങൾ കൈകൊണ്ട് തീ ഇങ്ങനെ തട്ടി ഇങ്ങോട്ട് തീനങ്ങോട്ട് പറഞ്ഞേച്ചു, കൈകൊണ്ട് പൊള്ളിയില്ല. ഇങ്ങനുണ്ട്. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് അതേ പണിയെടുത്ത് തരുവോ? നിങ്ങളെ സമസ്ത ശരിയാന്ന് തിരിയാൻ വേണ്ടി നിങ്ങൾക്ക് തീയിലൊന്ന് കൈവച്ച് തരുവോ? സീറത്തുൽ ഹബീയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തങ്ങളെ ഖുസൂസിയാത്ത് എണ്ണുന്നിടത്ത് തങ്ങളെ ഒരു മുടി തീയിലിട്ടാൽ അത് കരിയില്ല. അത് തങ്ങൾക്കുള്ള ഖുസൂസിയാത്തിൽപ്പെട്ടതാണ്. അത് ഫിഖ്ഹിൽ തെളിവാണോ മുസ്ലിയാരെ? തീയിലിടാന്നല്ലുള്ളത്, തീയിലിട്ടാ കരിയൂല എന്നല്ലുള്ളത്, വീണാ കരിയൂല.